ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൗസ്റ്റീന മതി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമുക്ക് ഒരു ലോങ് വീഡിയോസ് ഒക്കെ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചായിരുന്നു, ഫൗസ്റ്റീന എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ പഴയ പോലെ കാണുന്നില്ലല്ലോ എന്ന്. യെസ്, പഴയ പോലെ അങ്ങനെ വീഡിയോസ് ഇപ്പോൾ ഇടാറില്ല ഞാനതാണ്, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ എന്തുകൊണ്ട് ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് റീലൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു റീലെങ്കിലും ഡെയിലി ഒരു റീൽ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടാറില്ല. അങ്ങനെ എനിക്കിഷ്ടമില്ല. എന്തെങ്കിലും അന്നൊരു റീൽ നിന്നിട്ടില്ല, പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടാൻ അങ്ങനെ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് സമയം കിട്ടുന്നില്ല. നമുക്ക് ഒരു കണ്ടൻറ്റൊക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സമയം കിട്ടാത്തതും, പിന്നെ സമയത്തിൻ്റെ മാത്രമല്ല, ഇപ്പം ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലോങ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഞാനതിന് വേണ്ടിയിട്ട് എല്ലാം എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു മൂഡ് വന്നാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോ കണ്ടൻറ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂഡ് അനുസരിച്ചും സമയത്തിനനുസരിച്ചിട്ടൊക്കെ അത് വന്നോളും. അങ്ങനെ കറക്റ്റ് ഒരു ടൈം പീരീഡിൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഒരു റീലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെല്ലാവരും പറയാറുണ്ട്. ചിലർ കമൻസിലൂടെ പറയും, ചിലർ പേഴ്സണലി മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം പേരുണ്ട്. ഇപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് മെജോറിറ്റി എന്നെ പേഴ്സണലി അറിയാവുന്നവർ, അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ. കുറച്ച് പേർ എന്നെ പേഴ്സണലി അറിയാവുന്നവരായിരിക്കും, കുറച്ച് പേർക്ക് എന്നെ അറിയാവുന്നവരായിരിക്കും. അങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതലും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം എന്നെ അറിയാവുന്നവർ തന്നെയാണ് എൻ്റെ വീഡിയോസൊക്കെ കാണാറും ഒക്കെ ഉള്ളത്. അപ്പം ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു വലിയ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. മുൻപോട്ടും വീഡിയോസൊക്കെ ഇടും, നിർത്തത്തില്ല കേട്ടോ. ആരോ എന്നോട് ചോദിച്ചായിരുന്നു നിർത്തിയോ എന്നൊക്കെ. നിർത്തത്തില്ല, എന്തായാലും നിർത്താൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയൊരു ഗ്യാപ്പൊക്കെ, നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയാണല്ലോ, ചിലപ്പോൾ ഒക്കെ ഒരു ഗ്യാപ്പൊക്കെ വന്നു പോകും. അത്രേ ഉള്ളൂ, അത്ര അങ്ങനെ കരുതിയാൽ മതി. എന്തായാലും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചാനൽസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഞാനത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടുക, അല്ലെങ്കിൽ ഒരു ചാനലൊക്കെ സ്വന്തമായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം എല്ലാ കാര്യത്തും എനിക്ക് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാം ഇതായതുകൊണ്ടൊന്നും ഞാൻ തുടങ്ങിയൊരു സാധനമൊന്നും അല്ല ഇത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തുടങ്ങാം. എനിക്കൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ട് 3-4 വർഷം മുൻപ് വന്നൊരു ആഗ്രഹമാണ് എന്താ പറയുക, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് ഇപ്പോഴാണ് സാധിച്ചത്. 2024 എനിക്കത് സാധിച്ചത്. പിന്നെ നമ്മളുടെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടും. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് കാണുന്നവരുടെയൊക്കെ ആണെങ്കിലും വീട്ടിലാരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾക്കൊരു ധാരണ ഉണ്ടാവണം, നമ്മൾ എന്താണ് നമ്മളുടെ ചാനൽ ഏത് ടൈപ്പ് ഓഫ് ചാനലായിരിക്കണം, നമ്മൾ എങ്ങനത്തെ കണ്ടൻറ്റ്സൊക്കെയാണ് നമ്മൾ പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ബേസിക് ഐഡിയ മാത്രം നിങ്ങൾക്ക് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു മൂഡ് വരണം. അങ്ങനെ ഈ ആഴ്ച ഒരെണ്ണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്ന കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടോപ്പിക്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അതൊക്കെ എന്തായാലും ചെയ്യും. മുൻപോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ നമ്മൾ സെറ്റാക്കും. ഓക്കെ, ഇനിയും വേറെ ആർക്കെങ്കിലും അതേപോലെ വേറൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണുന്നതായിരിക്കും.